പോലീസ് ഉദ്യോഗസ്ഥൻ മധുബാബുവിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ. ആലപ്പുഴ ഡിവൈഎസ്പി ആയിരുന്ന സമയത്ത് മധുബാബു വീടടിച്ചു തകർത്തു എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ആരോപിച്ചു. മധുബാബു തൊടുപുഴ സ്വദേശിയെ മർദ്ദിച്ചു എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. തനിക്കെതിരെ നടക്കുന്നത് ആസൂത്രിത നീക്കമാണ് എന്നാണ് മധുബാബുവിന്റെ പ്രതികരണം. 2012 അന്നത്തെ SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ UDF സർക്കാരിനെതിരെ സമരം ചെയ്തതിന് കോന്നി പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത്. ജയകൃഷ്ണന്റെ പരാതിയെ തുടർന്ന് 2012 കോന്നി SHO ആയിരുന്ന മധുബാബുവിനെതിരെ വകുപ്പുതല അന്വേഷണം നടന്നിരുന്നു. മധുബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്നുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മധുബാബുവിനെ ഒഴിവാക്കണമെന്നും അന്വേഷണം നടത്തിയ അന്നത്തെ പത്തനംതിട്ട SP ഹരിശങ്കർ ശുപാർശ ചെയ്തു. ഈ റിപ്പോർട്ട് നിലനിൽക്കെയാണ് മധുബാബുവിനെ ആലപ്പുഴ ഡിവൈഎസ്പിയായി സ്ഥാനക്കയറ്റം നൽകിയത്. മധുബാബു വീടടിച്ചു തകർത്തു എന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് പ്രമാടം രംഗത്തെത്തി. മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം പോലീസ് വീട് വെട്ടിപ്പൊളിക്കുകയും മാതാവിൻ്റെ മുന്നിലിട്ട് അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ പോലും ഇടാൻ പോലും സമ്മതിക്കാതെ പോലീസ് ജീപ്പിൽ കയറ്റി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വഴിമധ്യേ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2022 മധുബാബു തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ നടത്തിയ മർദ്ദനത്തിന്റെ തെളിവുകളും പുറത്തുവന്നു. തൊടുപുഴ സ്വദേശി മുരളീധരനെ മർദ്ദിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. കേസ് ഒതുക്കി തീർക്കാൻ പലരും ശ്രമം നടത്തിയെന്ന് പരാതിക്കാരനായ മുരളീധരൻ പറഞ്ഞു. തനിക്കെതിരെ നടക്കുന്നത് ആസൂത്രിത നീക്കമാണെന്നും ഇതിന് പിന്നിൽ പോലീസിലുള്ളവർ തന്നെയാണ് എന്നുമാണ് മധുബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മീഡിയ 1 പത്തനംതിട്ട.